സോ എപ്പോഴും ഞാനൊരു ടെമ്പിൾ സ്റ്റാർ അല്ലേ, അപ്പോൾ ഇത്തവണ ഞാൻ ടെമ്പിൾ സ്റ്റാർ എന്ന് മാറിയിട്ട് ചർച്ച് സ്റ്റാറിലേക്ക് മാറുകയാണ്. ഹരിതാപങ്കൽ എന്ത് വ്ളോഗ് എടുത്താലും അത് ഫൈനലി ഒരു ഫുഡ് വ്ളോഗായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാനും ബാലയും ഇന്ന് നമ്മുടെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ചെന്നൈയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആയിട്ടുള്ള ബസൻ നഗറിലാണ് വന്നിരിക്കുന്നത്. ബസൻ നഗറിൽ ബീച്ചിലേക്കാണ് ആദ്യം വന്നത്. സോ നമ്മളിപ്പോൾ ഉള്ളത് വേളാങ്കണ്ണി ചർച്ചിലാണ്. സോ എപ്പോഴും ഞാനൊരു ടെമ്പിൾ സ്റ്റാർ അല്ലേ, അപ്പോൾ ഇത്തവണ ഞാൻ ടെമ്പിൾ സ്റ്റാർ എന്ന് മാറിയിട്ട് ചർച്ച് സ്റ്റാറിലേക്ക് മാറുകയാണ്. സോ നമ്മൾ ഈ വേളാങ്കണ്ണി ചർച്ച് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അതിനുശേഷം ബസൻ നഗർ ബീച്ചിൽ പോകണം. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല, ചുമ്മാ ഒരു ഈവനിങ്. ബസൻ നഗർ ബീച്ചിൽ നിന്ന് വെറും 200 മീറ്റർ മാറി ഏലിയറ്റ്സ് റോഡിലാണ് അണ്ണൈ വേളാങ്കണ്ണി ഷ്രൈൻ ഉള്ളത്. അപ്പോൾ ചെന്നൈയിലൊരു വേളാങ്കണ്ണി ഉണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ധൈര്യമായി പറഞ്ഞോളൂ, ഉണ്ട്. അത് ബസൻ നഗറിലാണ്. വിദേശ നഗരങ്ങളിലെ പല ചർച്ചുകളുടെയും ഒരു ആർക്കിടെക്ചറൽ രീതിയുമായിട്ട് വളരെയധികം സാമ്യമുണ്ട് ഈ ചർച്ചിന്. അപ്പോൾ നമുക്ക് ചർച്ചിനകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? ഈ ചർച്ചിന് മുന്നിൽ എടുത്തൊരു സെൽഫി, അത് നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചു വിദേശത്തെത്തിയോന്ന്. ഒന്നും നോക്കിയില്ല, ഇറ്റലിയിലെത്തി അടിച്ചു വിട്ടു. അപ്പം ആ പോയിന്റ് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി നമ്മുടെ ബാല ഉണ്ടാക്കിയ മീംസാണ് ഇതൊക്കെ. ബാല ആളിത്തിരി സൈലൻ്റാണ് ഈയിടെയെങ്കിലും മീംസ് ക്രിയേഷൻ്റെ കാര്യത്തിൽ ആളൊരു പുലിയാണ്. ഇപ്പോൾ ബാലയുടെ മീംസ് പേജ് ആയിട്ടുള്ള ബാല IT മീംസിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തമിഴിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് കുറേ രസകരമായിട്ടുള്ള മീംസ് ആ പേജിലുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ കൊച്ചി എടപ്പള്ളിയിലുള്ള പള്ളി, നമ്മുടെ ലുലുമാളിനടുത്തുള്ള ലൂർദ് പള്ളിയിൽ പോയതിന് ശേഷം ഒരു ചർച്ചിലേക്ക് വരുന്നത് ഓൾമോസ്റ്റ് 1 വർഷത്തിന് ശേഷമാണ്. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഈവനിങ്. അപ്പം ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ ബസൻ നഗറിലെ ചില സ്ഥലങ്ങളിലും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാഴ്ചകൾ ഒന്ന് കണ്ടിട്ട് വരും. ഒരു ചിന്ന ഫ്ലാഷ് ബാക്ക്. 6:15 സമയം. നമ്മളിപ്പോൾ ഉള്ളത് ബസൻ നഗറിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ഓൾഡ് റെസ്റ്റോറൻറ്റ്, വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള വിശ്രാന്തിയിലാണ്. സ്വാഭാവികമായിട്ട് ഈ സമയത്ത് ഒരു കാപ്പിയോ ചായയോ കുടിക്കണ പതിവുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് മുളക് ബജ്ജിയും അതുപോലെ തന്നെ മൈസൂർ ബോണ്ടയും വാങ്ങി. മൈസൂർ ബോണ്ടയുടെ ഉള്ളിൽ നമ്മുടെ മെതുവടയുടെ മാവാണ് സ്റ്റഫ് ചെയ്തിരിക്കണേ. കൂടെ നല്ല സാമ്പാറും, പിന്നെ എടുത്ത് പറയേണ്ടത് ഇവരുടെ തേങ്ങാ ചട്നി. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒരു രക്ഷയില്ല. ചെന്നൈയിൽ വന്നതിന് ശേഷം കഴിച്ചതിൽ ബെസ്റ്റ് തേങ്ങാ ചട്നി എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു സംശയമില്ലാണ്ട് പറയും അത് ഇവിടുത്തെയാണ്. പിന്നെ മുളക് ബജ്ജിയിലൊന്നും ഓവറായിട്ട് മുളക് ഇട്ടിട്ട് എരിക്കുന്നൊന്നുമില്ല. അതും ആ തേങ്ങാ ചട്നി ചേർത്തങ്ങ് കഴിച്ചു. തേങ്ങാ ചട്നി എല്ലാം കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ എടുത്തങ്ങ് കഴിച്ചു. അതിനുശേഷം നല്ല ചൂടോടുകൂടിയ കാപ്പി. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ മറക്കണ്ട, വിശ്രാന്തി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, ബസൻ നഗർ, ചെന്നൈ. അതിനുശേഷം നമ്മളത് തൊട്ടടുത്തുള്ള കുൽഫി ആൻഡ് പാൻ ഷോപ്പിലേക്ക് പോയി. കുൽഫി കഴിക്കാനല്ല കേട്ടോ, ഇവിടെ വേറൊരു കാര്യമുണ്ട്. നെല്ലിക്കയും അതിമധുരവും ഇഞ്ചിയും ഫിഗും പിന്നെ കുറേ സീഡ്സും അതോടൊപ്പം തന്നെ ഗുൽക്കണ്ടൊക്കെ ചേർന്നിട്ട് കൊൽക്കത്ത ബെറ്റൽ ലീഫിലുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സ്വീറ്റ് പാൻ ഇവിടെ കിട്ടും. അതുമല്ല നമ്മൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം. ഈ കാണുന്ന ഷോ പീസ് ഐറ്റംസ് കണ്ടോ,
നമ്മുടെയൊക്കെ വീട്ടിൽ പഴയ ഓട്ടുപാത്രങ്ങൾ വിളക്കുകളൊക്കെ ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടും അതുപോലെ ക്ലാവ് പിടിച്ചിട്ടൊക്കെ കിടപ്പുണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഓക്സിഡേഷൻ ചെയ്തിട്ട് നല്ല പുതുപുത്തനായിട്ട് ഷോ പീസ് ഐറ്റംസ് ആയിട്ട് മാറ്റും. കുറച്ച് ദിവസം കൊണ്ട് ഇതൊക്കെ ഇതുപോലെ നല്ല വെട്ടിത്തിളങ്ങുന്ന പോലെ ആവും. നമുക്ക് ഷോ പീസായിട്ടൊക്കെ വയ്ക്കാം. അവിടെ വെച്ച് നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ഒരു കുട്ടി കിണ്ടി കണ്ടു. പറയുമ്പോൾ ശ്രദ്ധിക്കണേ. ഇപ്പോൾ ജയ്സാറിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പഴയ പാത്രങ്ങളും കിണ്ടിയും വിളക്കും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അത് ഓക്സിഡേഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ ഈ ഒരു സ്പോട്ടിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഗൂഗിൾ മാപ്പ് എല്ലാം ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തതല്ലേ, അപ്പോൾ ഇവരുടെ മീഠാ പാൻ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്തുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അതെല്ലാം ഈ കൊൽക്കത്ത ബീറ്റൽ ലീഫിൽ ചേർത്തിട്ടുണ്ട്. സാമാന്യം വലിയൊരു മീഠാ പാനാണ്. 50 രൂപയാണ് ഇതിന് വരുന്നത്. ഈ കടയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ അങ്ങനത്തെ UPI ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല. ക്യാഷ് പേയ്മെൻറ്റേ എടുക്കുള്ളൂ കേട്ടോ. 1970 മുതൽ ഈ കട ഇവിടെ ഉണ്ട്. ഈ കടയുടെ ബാക്കിലായിട്ടാണ് നമ്മുടെ ചിയാൻ വിക്രമിൻ്റെ ഇവിടെ ബെസന്റ് നഗറിലെ വീട്. അങ്ങനെ അതിന് ശേഷമാണ് നമ്മൾ ചർച്ചിൽ പോയത്. അപ്പം ചർച്ചിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ നോക്കി നോക്കൂ, ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഇതൊരു ഇറ്റലിയാണോ റോമാണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ലേ. ചർച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മുരുകൻ ഇഡ്ഡലി, ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള വെജിറ്റേറിയൻ ഔട്ട്ലെറ്റാണ്. പീക്ക് ടൈം ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അവിടെ. ഇവിടെ ഒരു കപ്പലിൻ്റെ ഷേപ്പിൽ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞത് ഈ കുട്ടികളിലേക്കാണ്. കുട്ടികൾ ഇങ്ങനെ റോളർ സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. അവരത് ചെയ്തോട്ടെ. നമുക്ക് ബീച്ചിൻ്റെ സൈഡിലേക്ക് പോവാം. ഇവിടെ പോകുന്ന വഴിയിൽ ഒരുപാട് ഫുഡ് സ്റ്റാൾസ്, ചോട്ട സ്പ്രിങ് പൊട്ടാറ്റോ, അതുപോലെ മോമോസ്, പിന്നെ ദോശക്കടൈ, ഗൊല്ലി സോഡക്കടൈ, അങ്ങനെ കുറേ കടകളുണ്ട്. രാത്രി സമയങ്ങളിൽ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല കളർഫുള്ളാണ്. എത്രയോ പേരുടെ ഉപജീവന മാർഗമാണ് ഈ കടകളെല്ലാം തന്നെ. അപ്പോൾ നമ്മളങ്ങനെ പകൽ സമയത്ത് അവിടെയൊക്കെ കറങ്ങിയതിന് ശേഷമാണ് നമ്മൾ നേരെ ചർച്ചിൽ പോയത്. പിന്നെ ചർച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ബീച്ചിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. സോ ബീച്ചിൻ്റെ ഭാഗത്ത് ഉള്ള രാത്രി കാഴ്ചകൾ ഓൾറെഡി നമ്മൾ ഈ ബീച്ചിൽ വന്നതാണ്. എന്നാലും അന്ന് അങ്ങനെ ലിമിറ്റഡായിട്ട് ഷൂട്ട് ചെയ്യാനും വ്ളോഗ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇന്നെന്തായാലും ഇവിടെ നടന്ന് എല്ലാം കണ്ട് എല്ലാ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ബീച്ചിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫിഷ് സ്റ്റാൾസ് ഇല്ലാണ്ട് പിന്നെ എന്താ അല്ലേ. പക്ഷേ ഇതൊരു പൂട്ടിക്കിടക്കുന്ന ഫിഷ് സ്റ്റാളാണ്. ചുമ്മാ അവരുടെ ബോർഡ് കണ്ടപ്പോൾ ഞാനൊരു കൗതുകത്തിൻ്റെ പുറത്ത് വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഡൽഹി അപ്പളം പൂട്ടിക്കിടക്കുന്നൊരു ഷോപ്പാണ് പ്രീതി ബജ്ജി സ്റ്റാൾ. ഈയിടെയായിട്ട് എന്ത് വ്ളോഗ് എടുത്താലും അത് ഫൈനലി ഒരു ഫുഡ് വ്ളോഗായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ ട്രാവൽ വ്ളോഗാണെങ്കിലും ശരി, ടെമ്പിൾ വ്ളോഗാണെങ്കിലും ശരി, ചർച്ച് വ്ളോഗാണെങ്കിലും ശരി, എല്ലാം വന്നിട്ട് ഫൈനലി ഫുഡിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വീഡിയോകളിലായിട്ട് പലതവണ ഞാൻ പറഞ്ഞ് മുഷിഞ്ഞൊരു ഡയലോഗാണ്. എന്നാലും പറയുകയാണ്, എത്ര കണ്ടാലും മടുക്കാത്തൊരു കാഴ്ചയാണ് കടൽ അല്ലേ. ചോളം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തീപ്പൊരികൾ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കണു. അപ്പം ഞാൻ ബാലോട് പറഞ്ഞേ ഒന്ന് നടന്നു വരി, ഒരു മാസ് ഇൻട്രോ കൊടുക്കുമെന്ന്. എവിടെ ചങ്ങായി നടന്നു വന്ന വരവ് നോക്കി നോക്ക്. നമ്മുടെ നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടനും പിന്നെ ശ്രീനിവാസനും കൂടിയിട്ട് ദുബായി പോവുമല്ലോ. ദുബായി പോകുമ്പോൾ നമ്മുടെ ഗഫൂർക്ക മാമുക്കോയ ഒരു ദുബായി ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെന്നൈയിലാണ് ഇറക്കി വിടുന്നത്. ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ബീച്ച് എന്ന് പറയുന്നത് ഈ ബെസന്റ് നഗർ ബീച്ചാണ്. ഇവിടെ 100 വർഷത്തോളം പഴക്കമുള്ള ബ്രിട്ടീഷുകാർ കെട്ടിയ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അവിടെയാണ് അവർ ഒളിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം ഫുഡ് സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഒന്നും ഇവിടുന്ന് കഴിക്കണില്ല, ചുമ്മാ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഡിന്നർ കഴിക്കണം, അതിനിടയിൽ പിന്നെയും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഈ കടലും ബീച്ചും ഒക്കെ എൻജോയ് ചെയ്യാൻ മനുഷ്യന്മാർക്ക് മാത്രമല്ല പോത്തുകൾക്കും എരുമകൾക്കും ഒക്കെ അവകാശമുണ്ട്. അപ്പോൾ അവർ നല്ല ഫാമിലി ആയിട്ട് വന്നിരിക്കുകയാണ്.
അവരും അവരുടെ എൻജോയ്മെൻ്റ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ അല്ലേ. അപ്പോളേ കഴിഞ്ഞ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ OMR ഫുഡ് സ്ട്രീറ്റ് ആയിരിക്കുന്നത്. പക്ഷേ സംഭവം അതിൻ്റെ എഡിറ്റിംഗ് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ വരും കേട്ടോ, ഉടനെ തന്നെ വരും. പരിതാപങ്ങൾ. ഇത് ചാനൽ ആക്ച്വലി ആണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ്. 3 ദിവസത്തിലൊരിക്കലും വീഡിയോ വരും തമിഴിൽ, പരിതാപങ്ങൾ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ. ഗോപി സുധാകർ കോമഡി സൂപ്പറാണ്, ഒക്കെ സ്ട്രെസ് ബസ്റ്റർ. ഇപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ വീഡിയോ വന്നു, അപ്പോൾ നേരെ ഫസ്റ്റ് തന്നെ കണ്ടു. അവരുടെ ഈവനിങ് വാക്ക് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോവുകയാണ് ഗൈസ്. സമയം ചുമ്മാ കടൽ നോക്കി നിന്ന് ഇപ്പോൾ നമ്മൾ അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ സാറ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഏതെങ്കിലും ഒരു ഫുഡ് സ്പോട്ടിൽ പോയിട്ട് ഡിന്നർ കഴിക്കാം. ഡിന്നർ കഴിക്കാൻ ഞങ്ങൾ പോയത് ബെസൻ നഗറിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള കേരള റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള കുട്ടനാടിലാണ്. മെനു ബുക്കിനകത്ത് കുറേ ഡിഷസിൻ്റെ പേരുണ്ടെങ്കിലും ഞങ്ങൾ ചോദിച്ചപ്പോൾ അതിൽ പലതും ഇല്ല. പൊറോട്ടയും പിന്നെ പുട്ടും അതുപോലെ തന്നെ ഓരോ അപ്പവും ഓർഡർ ചെയ്തു. 80s-ലെയും 90s-ലെയും ഒരുപാട് മലയാളം എവർഗ്രീൻ സോങ്സ് ബാക്കിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം അത് മ്യൂട്ട് ചെയ്തതാണ്. ഇന്നത്തെ ഒരു സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്നത് പ്രോൺസ് ഫ്രൈ ആണ്. ഇത് കൊള്ളാം കേട്ടോ. ഇത് ബാല ഓർഡർ ചെയ്ത ആപ്പമാണ്. ഇതിനകത്ത് ഈസ്റ്റ് ഒരുപാടുണ്ട്, കുറച്ച് പുളി കൂടുതലാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ബീഫ്, അതും ഒരു ആവറേജേ ഉള്ളൂ. കേരള പൊറോട്ട കൊള്ളാം. അതോടൊപ്പം തന്നെ നാവി പറക്കുന്ന പുട്ട്. അപ്പോൾ സാറ് കുറച്ച് ചിക്കൻ കറി എനിക്ക് തന്നു. അപ്പോൾ അതും ഈ കേരള പൊറോട്ടയും ചേർത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ചിക്കൻ നല്ല സോഫ്റ്റാണ്, പക്ഷേ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗ്രേവി ബീഫ് ഗ്രേവിയുടെ സെയിം തന്നെയാണ് തോന്നുന്നു. ഞാൻ പല തവണ ഫുഡ് വ്ളോഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു ഫുഡ് വ്ളോഗിലും പുട്ട് വ്ളോഗ് ചെയ്തിട്ടില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് പുട്ട്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിനാണ് പൊതുവേ പുട്ട് പ്രിഫർ ചെയ്യുക. പുട്ടും കടലയാണ് അൾട്ടിമേറ്റ് കോംബോ. പക്ഷെ നമുക്ക് ഇത്തവണ പുട്ടും ബീഫും ആക്കാം. അതിലേക്ക് ഒരു പ്രോൺസ് ഫ്രൈ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർന്ന് ചോറ് ഉരുളയാക്കണ പോലെ ആക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഒരു പണി പറ്റി. നല്ല ചൂട്, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്കാക്കാം. അങ്ങനെ കുറച്ച് ഉരുളയാക്കി ഏതാണ്ട് റവ ലഡുവിൻ്റെ പരുവത്തിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കഴിക്കണം. എനിക്ക് പുട്ട് ഇങ്ങനെ ഉരുളയാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. പുട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലത്തേക്ക് പാർസലും വാങ്ങി. അത് വേറൊരു കഥ. അത് പോട്ടെ. അപ്പോഴേ ഈ എന്തൊക്കെ കഴിച്ചാലും അവസാനം ബിൽ കൗണ്ടറിൻ്റെ അവിടെ എത്തുമ്പോൾ ഇത് വാങ്ങി കഴിക്കുമല്ലോ നമ്മൾ. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, പക്ഷേ എല്ലാവരും മാനേജ് ചെയ്യാൻ 1-2 പേരേ ഉള്ളൂ. അവരുടെ ഒരു മാനേജിങ് സ്കില്ല് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ ഹോട്ടൽ ഭരണി പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കണ്ടു. ജയ്സാറിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് റെസ്റ്റോറൻ്റ് ആണ് ഇതെന്നാണ് പറഞ്ഞത്. ഖാലിദ്സ് ബിരിയാണി, അതൊന്ന് ഫോട്ടോ എടുക്കുമ്പോഴേക്കും ശ്രീലീല മൊബൈലുമായിട്ട് വന്നു. ബസ്സേ അങ്ങനെ തിരികെ നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു നല്ല ഈവനിങ്. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടനാട് ഒരു തരക്കേടില്ലാത്ത എക്സ്പീരിയൻസ് തന്നു എന്ന് തന്നെ പറയാം. ഫുഡ് ചിലതൊക്കെ ഓക്കെയാണ്, പക്ഷേ കറികളൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ തിരിച്ച് വരുന്നതിനിടയിൽ അവിടുത്തെ അടുക്കള ഒന്ന് കണ്ടു. അപ്പോൾ ഹൈജീനിൻ്റെ ഒക്കെ കാര്യത്തിൽ കുറച്ച് പുറകിലോട്ടാണ് ഉള്ളത്, പറയണമല്ലോ. പക്ഷേ ചില ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. ലൈക്ക് പൊറോട്ട, പുട്ട് കടലക്കറി കിട്ടിയില്ല, പുട്ടും ബീഫും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ എൻഡ് ചെയ്യുന്നു.
അങ്ങനെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഉടനെ കാണാം. ബൈ ഫ്രം അർജുൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.